വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സ്തോത്രം മുൻപോട്ട് പോകുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണ് 92-ാം സങ്കീർത്തനം. I would like to quickly turn our attention to the psalm that we have read. It's a very familiar passage. 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. If you could look to verse 5. 4 ചേർത്ത് വായിച്ചാട്ടെ. And verse 4 as well. സ്തോത്രം. യഹോവേ, നിന്റെ പ്രവർത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ നിന്റെ കൈയുടെ പ്രവർത്തികളെ കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കുന്നു. For you, Lord, have made me glad through your work. I will triumph in the works of your hands. നമ്മളെ ഒരു ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. We are in fasting and prayer before the presence of God. ഒരു കാര്യം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. I completely believe one thing: there is a work of God. കർത്താവ് അത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. God is sending it. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്നത് പോലെ അത്ഭുതകരമായ ആഴമേറിയ ദൈവപ്രവർത്തികൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Even to the crying hatchlings of a blackbird, God provides and he gives them the food at the proper time. Such is the way of God. Will he not provide for us also? നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. Oh Lord, how great are your works. നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. Your thoughts, they are very deep. പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുമ്പോൾ ഒന്നും പിടികിട്ടത്തില്ല. Many things we try to think about and we don't understand anything. പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. But there is a God who works. അവന്റെ ബുദ്ധി അപ്രമേയമാണ്. And his understanding, his works, his thoughts are beyond comprehension. നാം വിശ്വസ്തയോടെ നിന്ന് കൊടുക്കാമെങ്കിൽ വലിയ ദൈവ പ്രവർത്തികൾ കർത്താവ് ഇനിയും ചെയ്യുവാനിടയായി തീരും. If we are willing to remain faithful before his presence, he will do great and mighty works. നമ്മുടെ കണ്ണുനീര് വൃഥാവായി പോകത്തില്ല. Our tears are not in vain. നമ്മൾ ഉപവസിക്കുന്നത് വൃഥാവായി പോകത്തില്ല. Our fasting is not in vain. ഒരു വലിയ ദൈവ പ്രവൃത്തി. Oh, a great work of God. എല്ലാവരും പറഞ്ഞു, ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. Could you say that I am going to testify of a great work of നമ്മുടെ God? ഭവനത്തിൽ ആ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. The work of God will be revealed in our homes. ദൈവ സഭയ്ക്കകത്ത് അത് വെളിപ്പെട്ടു വരട്ടെ. Let it be revealed in our church. വലിയ ദൈവ പ്രവൃത്തികൾ. A great work of God. ദൈവം വിശ്വസ്തനാണ്. He is a faithful God. ദൈവം പ്രവർത്തിച്ച ഒരു വിഷയത്തെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. I want to bring to you the example of one example where God worked before I conclude my words. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിച്ചാട്ടെ. If you turn with me to the book of Acts chapter 7 verse 35. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വിഷയമാണ്. A passage that we're all familiar with. സ്തോത്രം. ഒരു ചോദ്യത്തിന്റെ മറുപടി ദൈവം ഇവിടെ കൽപ്പിക്കുകയാണ്. Here there is a response, a reply to a question. 40 വർഷത്തിന് മുൻപ് ഉയർന്ന ഒരു ചോദ്യമാണ്. It's a question that rose up 40 years. അന്ന് ആ ചോദ്യത്തിന് മുൻപിൽ മറുപടി പറയാൻ കഴിയാതെ മോശ ഓടിപ്പോയി. And at that time he was unable to give an answer to that question and he fled. അവൻ ഭയപ്പെട്ടാണ് ഓടിപ്പോയത്. He was afraid as he fled. എന്നാൽ 40 വർഷത്തിന് ശേഷം ആ വിഷയത്തിന് മറുപടി ദൈവം കൽപ്പിക്കുകയാണ്. But after 40 long years, God, he responds with an answer to that question. ചില ചോദ്യങ്ങളുടെ മറുപടി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തും കേട്ടോ. The Spirit of God will reveal the answers to some of the questions. മറുപടി പറയാൻ കഴിയാതെ പോയ ചിലത് കിടപ്പുണ്ട്. There are some things where you are unable to respond with an answer. എന്നാൽ ദൈവം മറന്നിട്ടില്ല. ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ അന്ന് നിന്നിച്ചതിന്റെ മറുപടി കാലഘട്ടത്തിന്റെ തികവ് ദൈവത്തിന്റെ ആത്മാവ് തിരിച്ചു പറയിപ്പിക്കാൻ പോകുകയാണ്. But God is not one who forgets. At his proper time, even if it's decades later and we might have forgotten, at the proper time in its season, God uses the power of
his spirit to be able to provide a response. Praise the Lord. Hallelujah. പല ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. Oh, there are many questions that have risen up against us where we were unable to respond. എവിടെയൊക്കെ വായ അടഞ്ഞു പോയിട്ടുണ്ട്. Some places where our mouths were shut because we were helpless. കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. But God is going to rise us up. അവൻ എന്താണോ നിന്നെ പറഞ്ഞ് അപമാനിച്ചത് അത് തന്നെ ദൈവം ആക്കാൻ പോകുകയാണ്. Whatever it is that they said to scorn you and mock you, God will raise you up in that place. ഒന്നുകൂടെ ഞാൻ പറയാം, എന്ത് പറഞ്ഞാണോ നിന്നെ നിന്ദിച്ചത് അത് തന്നെ ദൈവം നിന്നെ ആക്കാൻ പോകുകയാണ്. Whatever it is that they said to cause you sorrow and they taunted you, God will raise you up to that position. ഈ ജോസഫിന്റെ അടുക്കല് ഒരു സ്വപ്നം പറഞ്ഞപ്പോൾ സഹോദരന്മാര് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവാകാൻ പോവാണോ, നീ ഞങ്ങളുടെ മേൽ വാഴാൻ പോവാണോ? Do you remember there was a time when a dreamer boy named Joseph shared a dream that God had given him, and the response was in question from his brothers who asked him, are you going to be leader over us? Are you going to be king over us? Praise the Lord. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. Oh, I want you to be with a prayerful attitude. വചനത്തിന് വെളിപ്പാടിനകത്തുള്ള ഒരു വിടുതലുണ്ട്. There is deliverance even as you hear the word of God. Praise the Lord. Hallelujah. നീ ഞങ്ങൾക്ക് രാജാവാകാൻ പോകുകയാണോ, നീ ഞങ്ങളുടെ മേൽ വാഴാൻ പോകുകയാണോ? And they asked him the question, are you going to be king over us? Are you going to reign over us? അത് പറഞ്ഞ് അവനെ ദുഷിച്ചു. And they mocked him, they scorned him. Praise the Lord. പക്ഷേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് തന്നെ ദൈവം അവനെ കൊണ്ടാക്കി എന്നുള്ളതാണ്. But ages passed, seasons passed, years passed, the very thing that they asked as a taunt, as a question of mockery, God brought him up to that very position. ശത്രു നിന്ദിക്കുന്ന ചിലത് ആ സ്ഥാനത്ത് ദൈവം നിന്നെ അങ്ങ് ആക്കുകയാണ്. You know those things that the enemy uses to taunt you and to tease you and to mock you, God is saying, I will bring you up to that very position. Praise the Lord. ചില മറുപടികൾ നിങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ദേശത്തോട് പിതാക്കന്മാരോട് അവൻ ചിലരുടെ മുൻപിൽ വെളിപ്പെടുത്താനുണ്ട് കേട്ടോ. Oh, there are some answers, hallelujah, responses to questions of scorn that God wants to respond to the people through your life. അന്ന് മറുപടിയൊന്നും യോസേഫ് പറഞ്ഞില്ല. Oh, then there was no response that Joseph had. പക്ഷെങ്കിൽ അവര് പറഞ്ഞത് ദൈവം കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. But their words, their questions of mockery, God had written it down. കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവരെന്തു പറഞ്ഞോ അത് തന്നെ യോസേഫിനെ ദൈവമാക്കുകയാണ്. Oh, as seasons passed, as years went on, whatever it is that they said to scorn him, God brought him up to that very position. സ്വന്തം സഹോദരന്മാർ സ്വന്തം മാക്സിമം അവനോട് പോരാടി. Oh, his own brothers did all that they could to fight against him, stand in opposition to him. അവർക്കൊരു ഭയമുണ്ട്, നമ്മളെക്കാൾ ഇവൻ ഉയരുമോ? And deep within them they had a fear. They were afraid, will he become greater than us? അവൻ നമ്മളെക്കാൾ ഇവൻ ഉയർച്ച പ്രാപിക്കുമോ? Will he become more successful than us? നമ്മളെക്കാൾ തലയെടുപ്പോട് കൂടി ഇവർ നിൽക്കുമോ? Will he be able to stand much firmer than we are able? ഇന്ന് പകൽ ആ നിലകളിലെ ചില വെല്ലുവിളികളെ ദൈവത്തിന്റെ ആത്മാവ് അറുത്തു മാറ്റാൻ പോകുകയാണ്. Oh, this morning as I speak the word of God, the taunts of the enemy, the mockery and scorn of the enemy, the Spirit of God wants to cut it off. ചില തലമുറകളോട് ബന്ധത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടാൻ സമയമായി. Because it is time that the righteousness of God be fulfilled with regard to your children. എവിടെയൊക്കെ ഒരു ഭയമുണ്ട്, ഇവരിങ്ങനെ പോയാൽ, ഇവരിങ്ങനെ തലമുറ ഇങ്ങനെ പോയാൽ നമ്മുടെ പേര് അസ്തമിക്കും, നമ്മുടെ ഭവനത്തെക്കാൾ നല്ല ഭവനം നമ്മുടെ തലമുറകൾക്ക് ലഭിക്കാത്തത്, ഈ വിധത്തിൽ ചിന്തിച്ച് പോരാടുന്ന ചില മേഖലകളുടെ മേൽ ഇന്ന് പകൽക്കാല കർത്താവ് തന്റെ കരം നീട്ടാൻ പോകുകയാണ്. Oh, there are powers of darkness, there are forces and principalities that want to raise questions to you, saying if this person's family, if this person's children rise up, if they continue like this, they will become greater than us. But the Spirit of God says, I will deal with them today. ആമേൻ. ആ വിധത്തിൽ ഒരു ചിന്ത വന്നപ്പോൾ മാമിസോർ ഏതെല്ലാം വിധത്തിൽ കുരുക്കൊരുക്കാമോ, ഏതെല്ലാം വിധത്തിൽ പോരാടാമോ, ആ യോസേഫിനെ അങ്ങനെ വരുത്താത്ത വിധത്തിലുള്ള സകല പണികൾ ഇവർ ചെയ്തിട്ടുണ്ട്. When this was the thought that entered into their minds, they stood as rivals to Joseph, however they could to oppose him, however they could to destroy him, however they could to keep him constrained and confined. മനഃപൂർവ്വം ഒരുക്കിയ കുരുക്കാണ്. It was an intentional snare that they prepared. Hallelujah.
പക്ഷെ ചില മേഖലകളിൽ ഇവർ ഞങ്ങൾക്കൊരു ബാധ്യതയാകുമോ, ഇവരുടെ കാര്യം ഞങ്ങൾ നടത്തണമോ എന്നിത്യാദി ചിന്തകളും ചോദ്യങ്ങളുമായി ആമിസ്തത കുരുക്കൊരുക്കുവാനും ദുഷ്ടപിശാച് ചെയ്ത ചില മേഖലകള് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം അഴിച്ചു മാറ്റാൻ പോകുകയാണ്. Oh, the Spirit of God sees certain aspects of your life where the people around you have thought in their minds that if this people become a burden to us, that this person would become a problem in our life. So we are going to ensnare and entrap and try to destroy them. But the Spirit of God has seen and says it will cancel those forces that have come against your life. ഞാൻ പറയുന്നത് മനസ്സിലാവും? How many of you understand what I'm ചില saying? മേഖലകളിൽ മാറിയിരുന്ന് ചിന്തിക്കുന്നുണ്ട്, ഇവർ ഉയർത്തപ്പെടുമോ, ഇവർ മാനിക്കപ്പെടുമോ, നമ്മളെക്കാൾ നന്നായിട്ട് പോകുമോ എന്ന് ചിന്തിച്ച് സംസാരിച്ച് മാനുഷിക തലത്തിൽ കുരുക്കുകളും കുടുക്കും ഒരുക്കുന്ന ചില വിഷയത്തെ എന്തോ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. Oh, the Spirit of God wants to speak to certain situations in your life where human schemes and plans they have set aside to contend to speak among themselves and say that if this person continues like this, they will become successful, they will become prosperous, they will become anointed and useful for God, they will become blessed, and they try to destroy you and intentionally prepare snares and traps to pull you down. But the Spirit of God says today, those traps will not prosper against the anointed. നീ ആർക്കും ഒരു ബാധ്യതയാകത്തില്ല. You will not be a burden to നീ anyone. ആർക്കും ഒരു ഭാരമാകത്തില്ല. You will not become a burden to anybody. ദൈവത്തിന്റെ ആത്മാവ് റൂട്ട് മാറ്റാൻ പോകുകയാണ്. Because the Spirit of God is able to change the route. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചിലരുടെ മുൻപിൽ നീ ഒരു മറുപടിയായി തീരാൻ പോകുകയാണ്. You will become an answer to some questions today. ആമേൻ. നിന്റെ ദേശത്തിന്റെ ഭവനത്തെ ദൈവം തലയെടുപ്പോടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. Oh, in this nation, in your family, God is going to raise you up with honor. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില മാനസിക കുടുക്കുകളെ ആത്മാവ് ഇന്ന് പകൽക്കാലം ശാസിക്കുകയാണ്. In the name of Jesus, the Spirit of God wants to rebuke and cast out every snare and trap of mankind that tries to come against you. കാലഘട്ടം കഴിഞ്ഞപ്പോൾ അമിസ്തോത്രം ദൈവം തന്നെ യോസഫിനെ ആ നിലയിൽ കൊണ്ടെത്തിച്ചു. Oh, God himself, after a certain appointed time, brought Joseph up to that very position. Praise the Lord. Hallelujah. ആരും സഹായം ഇല്ലാതെ പാരിൽ ആരും നിരാശയിൽ നീറും നേരം ആരും സഹായം ഇല്ലാതെ പാരിൽ ആരും നിരാശയിൽ നീറും നേരം കൈതാകരേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ല ആരുമില്ല. കൈതാകരേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ല ആരുമില്ല. യേശുനാഥനേ എന്നാശ നീയേ എന്നാലും നീ മതിയേ. ആമേൻ. ദൈവത്തിന് മറുപടി പറയേണ്ട ചില തലമുറകൾ ഇതിന്റെ അകത്ത് നിൽപ്പുണ്ട്. Oh, there are certain children, there are certain people who are listening to me today, through whom God wants to answer some questions. നിങ്ങൾ വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളുണ്ട്, കുടുംബമുണ്ട്, പക്ഷേ നിങ്ങളിലൂടെ ദൈവത്തിന് ചിലതിന്റെ മറുപടി കാണിക്കാനുണ്ട്. Yes, you are married, you have children, you have a family, this is all true, but there are still some unanswered questions through which you are going to be the answer. ആമേൻ. അവരോടാണ് പിശാച് ശക്തിയോടെ പോരാടുന്നത്. It is to them that the enemy comes strongly against. ആമേൻ. ദൈവകൃപയിൽ നിന്ന്, ദൈവിക അഭിഷേകത്തിൽ നിന്ന്, ദൈവ നിയോഗത്തിൽ നിന്ന് മറുപടിയായി നിൽക്കേണ്ടത് പലതിനും പിശാച് അടർത്തി മാറ്റുകയാണ്. That which is supposed to be standing in the presence of God, held in the hands of God, under the favor of God, supposed to be the answer to the questions of the enemy, the devil comes and says, I will cut you off from the plan of God. പക്ഷേ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. Oh, but Christ will raise you കർത്താവ് up. എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. Oh, Jesus will raise you up. ഈ വിധത്തിൽ നുകങ്ങളെ കർത്താവ് ഇന്ന് പകൽക്കാലം പൊട്ടിക്കും. The Lord will, hallelujah, break the yoke tonight. ആമേൻ. ചോദ്യങ്ങൾ പലതും നീ കേട്ട് മടുത്തിട്ടുണ്ട്. There are many questions that you have heard and you've grown weary. Praise the Lord.
ഞങ്ങളെ കൊണ്ടും നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. Oh, we can't help you. അവൻ ഞങ്ങളെ നോക്കി നിങ്ങളൊന്നും ചെയ്യരുത്. Don't look at us. We can't provide ഞങ്ങൾക്ക് for you. കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. Oh, we have family and our own children. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ. You have to mind your own business. Do your own thing. പറഞ്ഞ് കേട്ട ചിലതിന്റെ അതിരിപ്പുണ്ട്. There are people who have heard such comments of scorn and neglect. You are sat here today. ദൈവം തുടങ്ങിയിട്ടേ ഉള്ളൂ. God has only begun. ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. God is only about to raise you up. ആർക്കും ബാധ്യത വരുത്താതെ. So that you would not become a burden to anybody. ദൈവം തന്നെ ദൈവത്തിന്റെ വഴിയിലൂടെ നിന്നെ എഴുന്നേൽപ്പിക്കുന്നത് ദേശം സാക്ഷി വഹിക്കാൻ പോകുകയാണ്. God himself will raise you up according to his sovereign plan. The nation will testify. എവിടെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് വിചാരിച്ച ചിലതിന്റെ മുൻപ് അതിശയമാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുകയാണ്. When there were people who thought that you will be wandering, not knowing where to go, not knowing how to move forward, God himself will intercede and he will intervene on your behalf. Hallelujah. Thank you, Jesus. Praise the Lord. Amen. അധികാരിയും ന്യായകർത്താവുമാക്കിയതാർ. Who made you a ruler and a leader over us? പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലോട്ട് വന്നു. If you come with me to Exodus 2 verse 13. ശ്രദ്ധിച്ച് അന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവാക്കിയത്. See, there was a question that came against him on that day. Who made you a prince and a judge over us? 40 വർഷത്തിന് മുൻപ് ചോദിച്ച ചോദ്യം. A question that was asked 40 years ago. നമുക്കതൊരു വിഷയമല്ല. We take it as a simple thing. നമ്മൾ മറന്നുപോയ വിഷയമാണ്. We think it's trivial. We've forgotten about it. പക്ഷേ അന്നേ കർത്താവ് എഴുതി. But God had written it down. ഇതിന്റെ മറുപടി നിന്നെ കൊണ്ട് പറയിപ്പിക്കും. And he will cause you to be the answer to that question. അവൻ കൂടെ പറമ്പേ ചിലതിനെയൊക്കെ ദൈവം ജീവനോടെ നിർത്തിയിരിക്കുന്നത് ചില മറുപടികൾ നിന്നെ കൊണ്ട് പറയിപ്പിക്കാനാ. Oh dear children of God, the reason why God has continued to give you breath in your lungs is because he has a plan for you. He wants you to be the answer to the question of the enemy. ചില ചോദ്യങ്ങളുടെ മറുപടി ഞാനാകുമെന്ന് പറഞ്ഞു. Can you say that today? Can you claim it? I will be the answer to those questions. ഒന്ന് പറഞ്ഞു. Can you say it? Can you say it? ഒരുപക്ഷേ നിങ്ങളുടെ പേരൻസിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. Perhaps your parents were unable to reply. എന്നാൽ ഇന്ന് ഈ ദൂത് കേൾക്കുന്ന നിന്നെ കൊണ്ട് ആ മറുപടി കർത്താവ് But today, as you hear this message from the Word of God, you will be the answer to those questions. Oh, your father and your mother were speechless before such questions that came against them. But God says you will be the answer to those questions. എവിടെയെങ്കിലും ഒതുക്കപ്പെട്ട ആർക്കും ശല്യമില്ലാതെ ആർക്കും ഭാരമില്ലാതെ ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാമെന്ന് പറഞ്ഞ് ദൂരദേശത്തെ മിദ്യാനിലോട്ട് ഈ മോശ പോവുകയാണ്. Look here, we see a Moses who is broken before this question, afraid, and he flees to Midian saying, I won't cause a problem to anybody. I will not stand and pretend to be someone I am not. I will flee away to Midian. I will not be a bother. Praise the Lord. Hallelujah. രക്ഷിക്കുന്നവൻ അമിത മുൻപിൽ നിൽക്കേണ്ടവൻ ഇതാ അവൻ ചില ചോദ്യങ്ങളുടെ മറുപടി ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. Look here, one who is called to be a redeemer, one who is called to be a savior of a nation, one who is called to call out the people from slavery and into freedom. He is now running away, fleeing into the wilderness, being lost and wandering. എത്ര ദൂരം നീ അകന്നു പോയാലും അവൻ ദൈവം നിർണയിച്ചത് ദൈവം പദ്ധതിയിട്ടത് അവൻ അതിന്റെ റൈറ്റ് ടൈമിൽ കർത്താവ് തന്നെ ആ മേഖലയിലോട്ട് എത്തിപ്പെടയായി തീരും. However far it is that you have fled, however far it is that you have run away, at the proper time, at God's appointed time, he will bring you up to be the answer to those questions. ഇപ്പോ മോശയെ നോക്കിക്കേ. Look at Moses. മിദ്യാനിൽ
in Midian. അവൻ യിത്രോവിന്റെ മരുമകനായി നടക്കുകയാണ്. He's walking, wandering around as the son-in-law of Jethro. അവന് നല്ല ആട്ടിൻകൂട്ടമുണ്ട്. He has a flock of sheep. അവന് കുടുംബമുണ്ട്. He has a family now. തലമുറകളുണ്ട്. He has children now. ഒരർത്ഥം നോക്കിയാൽ അവൻ സെറ്റിൽഡ് മിദ്യാനിൽ. And in one way we could say that he's settled in Midian. യാതൊരു പ്രശ്നവുമില്ല. Oh, he's living a comfortable ആടിനെ life. കൊണ്ടുപോകുന്നു, തിരിച്ചു വരുന്നു, ആഹാരം കഴിക്കുന്നു. 40 വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Oh, he goes, takes the flock, tends the flock in the wilderness, comes back, has food with his family. He's enjoying a comfortable family life. എന്നാൽ 3-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ But when you come to chapter 3, സ്ഥിതിഗതികൾ പതുക്കെ മാറാൻ തുടങ്ങി. oh, the situation starts to change. നിയോഗമുള്ളവൻ എവിടൊക്കെ ഒതുങ്ങിയിരുന്നാലും എവിടൊക്കെ മറഞ്ഞിരുന്നാലും എത്ര ദൂരം അകന്നു പോയാലും ദൈവത്തിന് സന്ദർശനത്തിന്റെ ദിവസമാകുമ്പോൾ നീ വന്നില്ലെങ്കിൽ നിന്നെ അടുപ്പിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി ഇന്നും ഉണ്ടെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. I want you to understand today that the one who is appointed, the one who is anointed, the one who is called, it doesn't matter how far you run, it doesn't matter where you try to hide, it doesn't matter how silent you try to be, skulking in the shadows. God at his proper time, he sees you and he will call you out and he will place you at the appointed position. ചോദ്യത്തിന് മറുപടിയുടെ സമയമായി. It is time for an answer to those ആ questions. സമയമാകുമ്പോൾ നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടത് ആ ദൈവത്തിന്റെ പദ്ധതിയാണ്. Oh, when that time is right, it is God's responsibility in his faithfulness to call you and bring you back to his അവൻ presence. 21 ദിവസത്തിനകത്ത് ചിലരെ പരിശുദ്ധാത്മാവ് അസാധാരണമായ നിലയിൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ദിവസമാണ്. Oh, during this 21 days of fasting and prayer, it's going to be a supernatural way in which you are being called back to a place where you have left long ago. God's calling you back. Praise the Lord. Hallelujah. അവൻ അഭിഷേകത്തിൽ നിൽക്കേണ്ടത്, കൃപയിൽ നിൽക്കേണ്ടത്, ആത്മാവിൽ ആരാധിക്കേണ്ടത്, ദൈവത്തിന് ശബ്ദമായി തീരേണ്ടത്, എവിടെയോ അലഞ്ഞു നടക്കുമ്പോൾ നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ചില ദൈവിക സാന്നിധ്യം, ദൈവിക സന്ദർശനം പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. Those that are anointed, those that are supposed to be worshiping in spirit, those who are supposed to be filled with the glory of God, those who are called, those who are supposed to be standing in the purpose of God. When you have gone wandering astray, when you have fled from his call and his purpose, the Spirit of God says, now is the time. I will call you back into your purpose. I will call you Hallelujah. back into the sovereign plan of God. നീയാണ് ആ മറുപടി. You are the answer. നീയാണ് ആ മറുപടി. You are the answer. കുഞ്ഞേ, നീയാണ് ആ മറുപടി. Oh, it is in you that the കുടുംബമേ, answer comes നിങ്ങളാണ് from. ആ മറുപടി. It is your family that is the അന്ന് answer. നിന്ദിച്ചത് നിനക്കൊരു സ്ഥാനമാക്കാൻ പോകുകയാണ്. Oh, those who once scorned you and mocked you, they are preparing unknowingly a seat for you to sit. അന്ന് പറഞ്ഞതുപോലെ നിന്നെ ആക്കാൻ പോകുകയാണ്. Oh, just as they mocked you, do you remember those words? That's going to be the promise of God in your life. ഒരിക്കൽ എന്നെ നിന്ദിച്ചിട്ട് ഒരാൾ പറഞ്ഞു, നീ ആദ്യം ഒരു പാസ്റ്റർ ആഗ് എന്നിട്ട് വരാൻ പറഞ്ഞു. Someone looked at me once and they said to me in a mocking tone, first become a pastor and then you can come back. സ്തോത്രം. Hallelujah. പ്രൈസ് ദി ലോർഡ്. അമ്മ ഞാൻ കരഞ്ഞോണ്ടാണ് അവിടെ ഇറങ്ങിയത്. And on that day, I was in tears as I left. അത് കഴിഞ്ഞിട്ട് അമ്മ സ്തോത്രം അവൻ മറ്റൊരു ശുശ്രൂഷ ഒരു സ്ഥലത്ത് സഭാചാരം എടുക്കുകയിടയായി തീർന്നു. And at that time, after a while, I took the responsibility of pastoring another church. അത് 2 വർഷം കഴിഞ്ഞപ്പോൾ നല്ല മനോഹരമായ ഒരു ആലയം പണിയിടയായി തീർന്നു. And after 2 years, they began the construction work for a wonderful church building. അന്നത്തെ ഇനാഗുറേഷന് ഞാൻ ഈ പുള്ളിയെ തന്നെ വിളിച്ചു. And for the inauguration of that church building, I decided to call that very person. Praise the Lord. Hallelujah. നിന്ദിച്ച് വിട്ടാൽ അങ്ങനെ തന്നെ ദൈവം ആക്കുവെന്ന്. If someone mocks and scorns you and you place it before God, he will make that mockery and scorn into a promise. നീ ആരെ ഉപദേശിയാണോ എന്ന് ചോദിച്ചാൽ മതി, ദൈവം ഉപദേശിയാക്കും. If somebody just has to mock you and say, who are you? Do you think you're a pastor? Trust me, God will make you a നീ pastor. ആരെ മാനേജരാണോ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെട്ടു നിന്നെ മാനേജരാക്കും. If somebody asks you, who do you think you are? A manager? God will make you a manager. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഓർത്തോണം, നമ്മൾ മറന്നാലും കർത്താവ് കുറിച്ച് വെക്കും. Understand this today, even the things that we forget, the Lord has not forgotten. It's written in his book. നിനക്കാരെ അഭിഷേകം തന്ന്, Who gave you anointing? നിന്നെ ആരെ ശുശ്രൂഷ ഏൽപ്പിച്ച്, Who told you to minister? ഇവരെല്ലാം മുൻപിൽ നിർത്താൻ ചെയ്ത് ദൈവം ശുശ്രൂഷിപ്പിക്കും. Oh, God is അധികാരോടെ faithful. ശുശ്രൂഷിപ്പിക്കുമെന്ന്. God is faithful to make you stand right before those who mocked you, right before those who scorned you, and he will give you a blessed anointing to minister with power. ആമേൻ. മിദ്യാനിൽ എബ്രായൻ മിദ്യാനിൽ
മിദ്യാനായിട്ട് അറിയപ്പെട്ട് നടക്കുകയാണ്. Now behold a Hebrew in the land of Midian walking around as though he's a Midianite. ആമേൻ സ്തോത്രം. 40 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവിന് മനസ്സിലായി ഈ ആടും കൊണ്ട് ജീവിതം മുഴുവൻ തീർക്കും. ഒരു എൻകൗണ്ടർ, ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഇനി ഉണ്ടായില്ലെങ്കിൽ ഇവനിപ്പം വീണ്ടെടുപ്പ് വിഷയമല്ല, ഇസ്രായേൽ വിഷയമല്ല, അടിമത്തം വിഷയമല്ല. ആടുകളെ പെരിപ്പിച്ച് അമ്മായിപ്പണ് നല്ല മരുമോനായി പോകുകയാ. കർത്താവ് ഒരു മതി, ഇനിയും നീ തിരിച്ചു വരേണ്ട സമയമായി. Oh, years past. It's been 40 years of wandering in Midian, tending sheep. Hallelujah. And God understood that if I allow him to continue like this, he will be satisfied in this comfort zone as a son-in-law to Jethro, being a good husband, being a good father, being a good son-in-law, tending the sheep. He's forgotten about Israel. He's forgotten about his people struggling in slavery. Redemption is no longer on his mind. So God decides, if I do not give him an encounter, if I do not intervene, he will continue on his way. He will fail to come into his calling. Praise the Lord. Hallelujah. ഉത്തരവാദിത്തങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു. It's important you fulfill your responsibilities well. നല്ല മരുമകനായിരിക്കണം. Important to be a good son-in-law. നല്ല മരുമകളായിരിക്കണം. Be a good daughter-in-law. നല്ല ഭാര്യയായിരിക്കണം. Be a good wife. നല്ല ഭർത്താവായിരിക്കണം. Be a good husband. ഉത്തരവാദിത്തങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു. Fulfill your responsibilities well. ദൈവ നിയോഗത്തിൽ നിന്ന് മാറരുത്. But don't stray from the call of God. വേഗം വായിച്ച് 3-ാം അധ്യായം 1, 2, 3 വാക്യം വായിച്ച്. What does it say? Chapter 3, 1, 2 and 3. ആ ശ്രദ്ധിച്ചേ. സ്തോത്രം. ഈ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഒരു തീ അവിടെ കത്തുകയാണ്. എന്താണ്? മുൾപടർപ്പ് കത്തുന്നു, പക്ഷെങ്കിൽ മുൾപടർപ്പ് വെന്തു പോകുന്നില്ല. Notice here at the mountain of God, Horeb, there is an angel of the Lord that reveals itself, and there is a strange thing, a bush that is burning but it's not being burnt up. ഒരു വലിയ കാഴ്ച മോശയെ കാണിക്കുകയാണ്. Moses, he beholds a great sight. മറ്റേ എന്തെങ്കിലും സാധാരണ വിഷയം ഒന്നും കണ്ടാൽ ഈ മോശ മൈൻഡ് ചെയ്യത്തില്ല, അടുക്കത്തില്ല. പക്ഷെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ മനോഭാവത്തിന്റെ തലം മനസ്സിലായ ദൈവം അവൻ അടുത്തു വരത്തക്ക ഒരു വലിയ കാഴ്ച അവനെ കാണിക്കുകയാണ്. If Moses were to see something ordinary, he would pass it by. He wouldn't give it a second glance. But God, who understands the thoughts of his mind and the attitude of his heart, reveals to him a supernatural side that is extraordinary, so that he would come close. അവൻ പറയുകയാണ്, ചെന്നൊന്ന് നോക്കട്ടെ. And he thinks in his mind, let me Hallelujah. just inspect, let ഈ me go വലിയ closer. കാഴ്ച കണ്ടിട്ട് He sees this supernatural sight. ആടിന്റെ ചിന്തയൊക്കെ വിട്ടിട്ട് ഇത്രോവിന്റെ ഭാരമൊക്കെ മറന്നിട്ട് ദൈവ നിയോഗം ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ മറുപടി ആകേണ്ട സമയമായപ്പോൾ ഒരു വലിയ ദർശനം, ഒരു വലിയ കാഴ്ച കാണിച്ചിട്ട് ആ കാഴ്ച അവന്റെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ്. Oh, for a moment he forgot about his responsibilities with the sheep, about his duty to his father-in-law Jethro. And if we interpret this in a spiritual way, when it was time for God to return him back to his calling, God gives him a revelation. God gives him a vision that drives him closer to God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന, ദൈവത്തിന്റെ ഇടപെടലുകൾ തിരിച്ചറിയുന്ന, ദൈവ നിയോഗം മനസ്സിലാക്കുന്ന ചില ദൈവ സാന്നിധ്യം ചില സമയങ്ങളിൽ ആത്മാവ് വെളിപ്പെടുത്തി തരും. The Spirit of the Lord will reveal in your life the presence of God in such a tangible way, in an extraordinary way, that will draw you closer to him, that will drive you towards your purpose and calling. ഇതുവരെ ഇല്ലാത്ത പോലെ അല്പം കൂടെ അടുത്തു ചെല്ലണമെന്ന് നിന്റെ അകത്തൊരു ചിന്ത ഇട്ടു വരും. And all of a sudden there will be a thought in your mind that I want to go closer, let me get closer because I need to be there. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I believe the Spirit of the Lord is doing that in our midst in these days. ഇത് വെറും കത്തുന്ന തീയല്ല. This is not just an ordinary, another burning bush. വേർതിരിക്കുന്ന തീയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. This fire that burns is one that calls you out.
30 വർഷത്തെ ചോദ്യത്തിന് മറുപടിയാകാനുള്ള ഒരു തീയാണ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത്. This fire that burns is going to be the induction that you would turn into the answer for a question that was asked 40 years ago. വലിയ കാഴ്ച കാണാൻ അടുത്തു വരികയാണ്. And Moses comes with great curiosity to inspect this great sight. പകൽക്കാലം പരിശുദ്ധാത്മാവ് നീ ഇതുവരെ കാണാത്ത അനുഭവിക്കാത്ത ചില ആത്മീയ ആഴത്തിലോട്ട് ആത്മസാന്നിധ്യത്തിന്റെ ആഴത്തിലോട്ട് വിടുമ്പോൾ നീ അകന്നു മാറരുത്. അല്പം കൂടെ അടുത്തറിയാൻ, അല്പം കൂടെ അടുത്ത് കാണാൻ നീ ആത്മാവിൽ തയ്യാറായാൽ അതിനകത്തുനിന്ന് കേൾക്കുന്ന ദൈവിക ശബ്ദം നിനക്ക് വേണ്ടി ഉണ്ടെന്ന് മറക്കരുത്. When the Spirit of the Lord prepares the opportunity, prepares this circumstances to drive you closer to Him, to draw you nearer to God, do not neglect it, do not turn a blind eye, do not walk on by, do not miss the opportunity. Instead, take it on with great curiosity to find out what is this. I need to get closer to Him. ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ആത്മാവിന്റെ തീ ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്ത് കത്തട്ടെ. Let there be a fire of the Holy Ghost, Oh Jesus, a blaze in the church that drives us closer to God. അടുത്ത് അനുഭവിക്കുന്ന, അടുത്ത് കാണുന്ന, അടുത്ത് ചെല്ലുന്ന, നിന്നെ അടുപ്പിക്കുന്ന ചില ദൈവിക സാന്നിധ്യം, ദൈവാത്മാവിന്റെ ഇടപെടലുകൾ. Oh, that the Holy Spirit would tangibly touch your heart, would touch your life. You would experience the presence of God that draws you closer, that causes you to draw nearer, that makes you want to get nearer to God. നിന്റെ ലൈഫിൽ ഇതുവരെ അനുഭവിക്കാത്ത ചിലത് നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടതിന് ആത്മാവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. The Spirit wants to reveal in your life that which you have not yet seen, so that you would draw closer to God. A great sight, ഒരു വലിയ അടയാളം, an extraordinary അത് sign. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാണ്. It is for you that God is അവൻ നിന്നെ preparing. ദൈവം ഒരുക്കിയെടുക്കുകയാണ്. God is preparing you for that. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ ഈ തലമുറകളുടെ മേൽ, യൗവനക്കാരുടെ മേൽ ആ വലിയ കാഴ്ച യേശുവിന്റെ നാമത്തിൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, ദൈവ സാന്നിധ്യത്തിലോട്ട് അടുപ്പിക്കുന്ന ചില ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. Oh, in the name of Jesus, among our young people, among our youth, let there be extraordinary signs, let there be powerful visions, let there be revelation that will draw them closer to the presence of God. ആ മുൾപടർപ്പിന്റെ തീ ഇന്ന് പകലക്കാലം ചില കുടുംബത്തിൽ കത്തട്ടെ, ചില ഭവനങ്ങളിൽ കത്തട്ടെ, ദൈവസഭയ്ക്കകത്ത് കത്തട്ടെ. നീ ഒരു മറുപടിയാകേണ്ട സമയമായി. Oh, let the fire of God burn brightly in your lives, in the lives of your family, because it's going to be a moment of transformation. It will be the moment where you are drawn closer to His presence. ശക്തമായ വചനം ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. The powerful word of God is being delivered to the church in കഴിഞ്ഞ these 14 days. ദിവസമായി മാറി 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 ആമേൻ ഈ ശക്തിയുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. For 14 days, for the last 14 days, the power of God is being released and revealed in our presence. ശക്തമായ ആത്മാവിന്റെ ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. There is a powerful move of the Holy Spirit, powerful worship of the Spirit in our midst. നിനക്ക് അടുക്കാൻ പറ്റുന്നുണ്ടോ? Are you able to draw closer to നിനക്ക് Him? അല്പം കൂടി അടുക്കാൻ പറ്റുന്നുണ്ടോ? Are you able to draw closer to അവനെ Him? അല്പം കൂടി അറിയാൻ പറ്റുന്നുണ്ടോ? ചിലതിനെയൊക്കെ വിട്ടിട്ട് ഇത് അല്പം കൂടി അറിയണമെന്ന് ആഗ്രഹം ആരെങ്കിലും അകത്തുണ്ടോ? Is there anyone who desires that they want to leave these things behind and draw closer to the presence of God? എങ്കിൽ ഓർത്തോ, നിന്നോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. Because God has something He wants to tell you. ആ വിഷയം അപ്പോസ്തല പ്രവൃത്തി എഴുതിയേക്കുന്നത് വായിക്കാം. Can we come to the book of Acts? 7-ാം അധ്യായം 31-ാമത്തെ വാക്യം 30-31 തൊട്ട് വായിച്ചേ. Chapter 7 verse 31 onwards.
അവിടെ പറഞ്ഞിരിക്കും മോശ ഒരു ദർശനം പോലെ കാണുകയാണ്. It says Moses sees it as a vision. ശ്രദ്ധിച്ചാൽ നിന്നെ ഒരു മറുപടി ആക്കുന്നതിന് മുൻപ് ആമിശ്വരൻ നിന്നെ ഉറപ്പിക്കുന്ന ദൈവിക ദർശനം ദൈവത്തിന്റെ ആത്മാ നിനക്ക് നൽകി തരുമെന്ന്. See, understand this. Before you become the answer to those questions of scorn and mockery, God will make you firm, He will enable you to understand completely assured that this is the plan of എത്ര God. പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire ഒരു ദർശനം, a vision? ഊഹാഭോഗമല്ല, Oh, not just the thought, അബദ്ധമായിട്ടല്ല, not a fantasy. സുബോധത്തോടെ ഇരിക്കുമ്പോൾ ഒരു ദർശനം. Oh, but while you are still a conscious നിനക്ക് vision, തന്നെ മനസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദർശനം. a vision from God that you have not yet ഓ, seen. ഇതെന്തോ ദൈവത്തിന്റെ ഇടപെടലാണെന്ന് നിനക്ക് മനസ്സിലാകുന്ന ദൈവിക ദർശനം. Such that it is beyond doubt, hallelujah, that this is a vision from God. ദൈവം നിന്നെ അടുപ്പിക്കാൻ പോകുക കേട്ടോ. Because God wants to draw you close. ദൈവസഭയിൽ ദൂത് പരിശുദ്ധാത്മാവ് പകരുകയാണ്. This is the message that the Spirit of ആമേൻ. God ചിലരെ wants to speak. ദൈവാത്മാവ് അടുപ്പിക്കാൻ പോകുന്നു. God is calling some people ആമേൻ. closer ദൈവ to Him. സന്നിധിയിലോട്ട് അടുപ്പിക്കാൻ പോകുന്നു. God is calling some people ചില to draw യൗവനക്കാരെ nearer. പരിശുദ്ധാത്മാവ് ദൈവ സാന്നിധ്യത്തിലോട്ട് അടുപ്പിക്കാൻ പോകുകയാണ്. Oh, some young people, I'm telling you today, the Spirit of God is calling you. Are you willing to hear? ലോകത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, ദുരാത്മശക്തിയുടെ ബന്ധനം അഴിയട്ടെ. Oh, let the bondages of this world be broken. Let the bondages of sin be broken. Let the bondages of darkness be ഒരു broken. വലിയ കാഴ്ച, To see a great sight, ഒരു വലിയ ദർശനം to see a great vision. ദൈവസഭയുടെ മേൽ പകരുകയാണ്. The Spirit of the Lord wants to hand it over to you. Hallelujah. Hallelujah. Ribel kaudara kana dara bara bara baushade. Amdal kaudari kana dara bara baushade. ദൈവസഭ ഒരുങ്ങിക്കോ, യവനക്കാരെ ഒരുങ്ങിക്കോ, സഹോദരിമാരെ ഒരുങ്ങിക്കോ. ഒരു വലിയ കാഴ്ച, ഒരു വലിയ ദർശനം നിന്റെ മേൽ വീഴാൻ സമയമായി. Oh church, are you ready? Children, are you ready? Young people, are you prepared? Because the Spirit of the Lord is about to hand over the great vision into your hands. Be prepared. അതി ഇന്ന് പകലക്കാലം കത്തട്ടെ. അവൻ മുൾപടർപ്പിൽ മാത്രമല്ല, ഇന്ന് പകലിലും നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ആത്മാവിന്റെ തീയുണ്ട്. Oh, not just in the Old Testament, in a bush before the mountain of Horeb. There is even today a fire of the Holy Ghost that is able to burn in our midst, drawing you closer to His presence. അവൻ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. He was astonished at seeing this vision. എന്നിട്ട് വായിക്കുന്നത്, സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെന്നു. And he drew closer to inspect. ഇന്ന് പകലിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അല്പം കൂടി അടുത്തുക. Can you come closer to Him in these ഈ days? വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം അവൻ എന്തോ എന്നെ അടുപ്പിക്കാനാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. You need to understand that the presence of God that you feel is there because it wants to draw you closer to God. അടുത്തു എന്നപ്പോൾ When he drew near, 32ാമത്തെ വാക്യം വായിച്ചേ. verse 32 says, കർത്താവിന്റെ ശബ്ദം കേട്ടു. oh, he heard the voice of the Lord. കരവർത്തി സ്തോത്രം ചെയ്തേ. Hallelujah. അവൻ ദർശനം കണ്ടു, He saw the sight. സൂക്ഷിച്ചു നോക്കാൻ അടുത്തു ചെന്നു. He drew near to inspect. അടുത്തു ചെന്നപ്പോൾ ദൈവ ശബ്ദം കേട്ടു. And when he drew near, he heard the voice of അവൻ God. വർഷപ്രകാരം തുടങ്ങിയപ്പോഴാണ് ദൈവാത്മാവ് പറഞ്ഞത്, This was the message we've been hearing since the beginning of ദൈവത്തിന് this നിന്നോട് fasting prayer. സംസാരിപ്പാനുണ്ട്. God wants to speak to you. അവന്റെ ആത്മാവ് എന്റെ മേൽ വന്നു. The Spirit of the Lord came upon him. അവൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. And I heard what he had to speak. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചേ, നീ അടുത്ത് വന്നാൽ ദൈവ ശബ്ദം കേൾക്കും. If you draw near, you will hear the voice of ഒരു God. ദർശനം, ഒരു ദൈവ സാന്നിധ്യം അവിടെ കൂടി തൃപ്തരാകരുത്. അല്പം കൂടി അടുത്തു ചെല്ലാമെങ്കിൽ അതിന്റെ അകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ വ്യക്തമായി നിന്റെ കാതുകളിൽ കേൾപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. നിന്റെ
നിന്റെ വിശ്വാസം ഉറപ്പിക്കേണ്ടതിന്, നിന്നെ ശക്തീകരിക്കേണ്ടതിന്, നിന്നെ ചില മറുപടിയാക്കേണ്ടതിന്, ചിലത് ഉത്തരമായി തീരേണ്ടതിന് ദർശനം ദൈവശബ്ദം രണ്ടും ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. Oh, understand today, let me tell you, do not be satisfied with the sight that God has given you. Do not be satisfied with the vision that you have received. If only you have the heart to draw nearer to Him, to respond to His vision, to draw closer to His presence, then for sure, without a shadow of a doubt, you will hear the voice of God, because the plan is that you would become an answer. The plan is that you would become a blessing. The plan is that you would come into your calling. The plan is that you would fulfill your purpose. Are you able to see the sight, draw close, and receive the voice of God? ദർശനം ദൈവശബ്ദം, the vision of God and the voice of God. ദൈവശബ്ദവും The vision and the voice of God. ശക്തിയോടെ ജനത്തെ ആരാധിച്ചാട്ട്. Can you praise Him powerfully ദർശനവും today? ദൈവശബ്ദവും The vision and the voice of നിനക്ക് God. വേണ്ടി ആത്മാവ് ഒരുക്കുകയാണ്. The Spirit of the Lord prepares it for you. ദർശനവും ദൈവശബ്ദവും, The vision and the voice of God. ദർശനവും ദൈവശബ്ദവും. A vision and the voice of God. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദർശനം ദൈവശബ്ദം. Oh, that which you have not yet seen, that which you have not yet heard, the vision of God and the voice of God. കാതുകൾ തുറക്കട്ടെ, കാതുകൾ തുറക്കട്ടെ, ഈ ജനത്തിന്റെ കാതുകൾ തുറക്കട്ടെ, ആത്മമണ്ഡലങ്ങൾ തുറന്നു വരട്ടെ. ആ ദർശനം കാണാൻ, ആ ദൈവശബ്ദം കേൾക്കാൻ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ കാതുകൾ തുറക്കട്ടെ. Oh, let your eyes be open, let your ears be open, that you would see that which you have not yet seen, that you would hear the voice of God in a way that you haven't yet heard. Let your eyes be open, let your ears be open. Young children, are you willing to receive this today? Hallelujah. ഈ 14ാമത്തെ പകലിൽ വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ദർശനം ദൈവശബ്ദം. On the 14th day of this fasting and prayer, the Spirit of the Lord speaks to you very clearly through the scripture and says, the vision and the voice of God. പ്രാർത്ഥിച്ചോ കേട്ടോ? Can you pray? ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ? Oh, can you pray powerfully? ഈ തീ കത്തിച്ചത്, ഇതിനു വേണ്ടിയാണ് ഈ തീ കത്തുന്നത്. This is why this fire burns. നിന്നെ ചുമ്മാ ഒരു കാഴ്ച കാണിക്കാനായിട്ടല്ല. It's not just to show you some sight. ചുമ്മാ മുൾപടർപ്പ് കത്താതിരിക്കുന്ന ഒരു അത്ഭുതം കാണാനായിട്ടല്ല. It's not just to show you a miracle that the burning bush is not burnt up. ഇതൊരു ദർശനവും ഇതിനകത്തൊരു ദൈവശബ്ദവും. This is a vision, and in it there is a voice of God. ഈ ശബ്ദത്തിന് മാത്രമേ നിന്നെ മാറ്റാൻ കഴിയത്തുള്ളൂ. Only the voice of God can transform you. നിന്റെ ചിന്താഗതി മാറണമെങ്കിൽ ഈ ദർശനം കണ്ടേ പറ്റൂ. If you want your mindset to change, you need to see this vision. അവൻ മിഥ്യാന്റെ മണ്ണിന്റെ ബന്ധനം അഴിയണമോ ഈ ദർശനം കണ്ടേ പറ്റൂ. If you want the hold of Midian to be broken, you need to see this vision. ദേശത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. Let the bondages of this land be broken. ദേശത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. Let the bondages of this land be broken. മിഥ്യാന്റെ കെട്ടഴിയട്ടെ. Oh, let the bondages of Midian be broken. Lord, the vision and the voice of God be revealed today. ഇന്ന് പകല് ഈ ദേശത്തിന്റെ ചില വ്യാപാരങ്ങൾ ചിലരെ പിടിച്ചിട്ടുണ്ട്. Understand this, there is the power of this
land that is trying to bind you. അത് ചില തലമുറകളെ പിടിച്ചിട്ടുണ്ടെന്ന്. Oh, it has kept in bondage some children. മറുപടിയാകേണ്ട ചിലതിനെ ഈ ദേശത്തിലെ ശക്തി പിടിച്ചിട്ടുണ്ട്. The principalities of this land have kept in bondage, എന്നാൽ kept ഈ captive. ദർശനം ഈ ദൈവ ശബ്ദം ആ മിഥ്യാന്റെ കെട്ടഴിച്ചു കേട്ടോ. Hallelujah, it has kept captive certain people who are supposed to be the answer to questions. But as soon as he saw the vision, the bondage of Midian, it broke. എത്ര പേര് ഈ പകലങ്ങ് വിശ്വസിക്കുന്നു? How many of you believe? ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. Yes, amen. സമയം വേഗത്തിൽ പോകുന്നല്ലോ. അവൻ അടുത്തത് വായിക്കുന്നത് The next thing we read 35 പോലെ വായിച്ചു. from verse 35. കുറി വായിക്കത്തോട് വേഗം വരാം. വായിച്ചോ. അന്ന് തള്ളി പറഞ്ഞ മോശ. The Moses whom they rejected. ആരെങ്കിലും നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? Did someone reject you? ഉണ്ടോ? Has someone rejected you? പണ്ടായിരിക്കും. Yes, perhaps. പിതാക്കന്മാരുടെ കാലത്തായിരിക്കും. Perhaps it was in the time of your fathers. തള്ളി പറഞ്ഞത്. Yes, people have rejected ഈ you. വർഷം 40 ആയാലും കർത്താവിനെ മറക്കാൻ പറ്റുന്നില്ല. It's been 40 years and God has not forgotten. സ്തോത്രം. Hallelujah. ഈ വാസപ്രാട് കഴിയുന്നതിന് മുൻപ് ചിലതിനൊക്കെ മറുപടിയാക്കാൻ പോകുക. Before this fasting prayer is over, God is going to make you an answer. ഈ പലരും വിധി എഴുതിയ നിന്റെ ഭവനത്തെ പറ്റിയൊക്കെ കേട്ടോ. You know, many people, they wrote judgments about your family. കർത്താവ് എല്ലാം പൊളിച്ചങ്ങ് കളഞ്ഞു. But God, He's broken it apart. ഈ തീ കത്തിച്ചത് എന്തിനാണെന്നറിയാവോ? Do you know why this fire burned? ഈ ശബ്ദം നിന്നെ കേൾപ്പിക്കാനാ. It's because there was a voice of God you needed to നീ hear. ഓർക്കുന്നുണ്ടോ? Moses, do you remember? ഞാൻ അത്ര ഓർക്കുന്നൊന്നുമില്ല. I don't remember, Lord. അതൊരു വലിയ കാര്യമാക്കിയില്ല. I thought it was trivial. ഇവിടെ പറഞ്ഞത് പക്ഷെ സ്വർഗ്ഗം കേട്ടു കേട്ടോ. Hallelujah. I believe heaven heard what was said. കർത്താവ് ഒരു ആഗ്രഹം നിന്നെ അണ്ണ ഒരു അധികാരിയാക്കാൻ പോവാ. Hallelujah. And God said, well, they mocked you, they scorned you. Well, I'm going to make you a ruler. എന്നിട്ടാ പക്ഷേ ഈ മോശയെ This Moses, മുൾപ്പറപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ, the angel who appeared to him in the bush, ആ ദൂതൻ മുഖാന്തരം through that angel, അധികാരിയും വീണ്ടെടുപ്പുകാരനും ഹോ അവിടെ വെച്ച് സംഭവിച്ചത് എന്താ അറിയാവോ? do you know what happened there? ആ മുൾപ്പറപ്പിൽ സംഭവിച്ചത്, What happened at that bush? അത് ദൈവത്തിന്റെ പർവ്വതത്തെ സംഭവിച്ചത്. What happened at the mountain of അയ്യോ God? ചുമ്മാ കുറച്ചേരം തീ കത്തിയല്ലെന്ന്. It's not just another fire. അവൻ ആട്ടിടയനായ മോശ, Oh, Moses who was a shepherd. അവൻ യിത്രോവിന്റെ മരുമകനായ മോശയെ, Moses who was the son-in-law of അവൻ Jethro. മിഥ്യാനെന്ന് അറിയപ്പെട്ട മോശയെ Moses who was known as a ആ Midianite. സാന്നിധ്യത്തെ സാക്ഷി നിർത്തി. He, hallelujah, took him to be a അവൻ testimony. 40 വർഷം മുൻപ് പറഞ്ഞ നിന്നേ 40 years ago he was mocked. അവനെ അധികാരിയും ന്യായകർത്താവും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. God is making him a ruler and a judge. ഒന്നുകൂടെ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തുകയായിരുന്നു. God is giving him an appointment യേശുവിന്റെ നാമത്തിൽ in the name of Jesus. ദൈവത്തിനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. The Lord is appointing you today. അവൻ അപ്പനില്ല അമ്മയില്ല, ഒറ്റയ്ക്ക് കത്തുന്ന ദൈവ സാന്നിധ്യം അവനെ ദൈവം ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ്. His mother isn't there, his father isn't there. He's encountering the presence of God all alone, but that is the place of divine appointment. ശ്രദ്ധിച്ചേ, Notice this. അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. Oh, God sent him to be a ruler and a deliverer. ഇന്ന് നിന്നെ എന്തൊക്കെയൊന്ന് ആക്കാൻ പോവുകയാണ്. Oh, God wants to make you something today. പരിശുദ്ധ നിന്നെ മാറ്റാൻ പോവുകയാണ്. The Spirit wants to change you നിന്നെ today. മാറ്റാൻ പോവുകയാണ്. Wants to transform you. ദൈവത്തിന്റെ ആത്മാവ് നിയോഗം ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുകയാണ്. The Spirit of the Lord is revealing that today. പഴയ ആടിരയനായിട്ടല്ല, Oh, not as the shepherd boy you were. മിഥ്യാനായിട്ടല്ല, Not as the Midianite you thought you യിത്രോവിന്റെ were. മരുമകനായിട്ടല്ല, Not as the son-in-law of Jethro. അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കാൻ പോവുകയാണ്. But he wants to turn you into a ruler and a deliverer. ചില ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നെ മാറ്റിയെടുക്കുന്നത്. It's in the presence of God that transformation occurs. ചില ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നെ ആള് മാറ്റുന്നത്. It's in the presence of God that you become a new person. പൗലോസും ശീലാസും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് നടുവിലോട്ട് ഇറങ്ങി വന്നു. When Paul and Silas, they started to worship, the Spirit of the Lord came down. വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പാൻ പറഞ്ഞു. And hallelujah, the Spirit of the Lord says, set them apart. അന്നത്തെ ഉപവാസവും പ്രാർത്ഥന ചിലരെ വേർതിരിക്കുകയായിരുന്നു. At that fasting and prayer,
there in that meeting, they were set apart for a ആ ministry. മുൾപടർപ്പ് വെറും മുൾപടർപ്പ് തീ അല്ലെന്ന്. Hallelujah, no burning bush is just another fire. It's not. മോശയെ വീണ്ടെടുപ്പുകാരനാക്കുന്ന തീയാണ്. It is a fire that turns a Moses into a അവൻ deliverer. കേട്ട ആ ശബ്ദം അവനെ അധികാരിയാക്കുന്ന ഒരു That ശബ്ദമാണ്. voice that he heard was one that makes him a അവൻ ruler. യഹോവയുടെ പർവ്വതത്തിൽ അവൻ മടങ്ങി പോകുമ്പോൾ കയറി വന്ന മോശയല്ല, അധികാരിയായിട്ട് വീണ്ടെടുപ്പുകാരനായിട്ട് ദൈവം ആക്കിയതുപോലെ. As Moses leaves the mountain of God, it's not as he went, Oh. not as a shepherd Moses, but as a ruler and a deliverer of nations. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ വിളിച്ച വിളിയിലോട്ട് തിരിക്കാൻ പോകുകയാണ്. The Spirit of the Lord wants to bring you back to your calling. ചില ചോദ്യങ്ങളുടെ മറുപടിയാക്കാൻ പോകുകയാണ്. He wants to make you the answer to the ഒരു നിമിഷം questions. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. Could you just close your eyes for a moment? ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ചിലതാക്കാൻ പോകുകയാണ്. The Spirit of the Lord wants to give you നീ an വേണ്ടെന്ന് appointment. പറഞ്ഞത്, That which you said you don't want, വയ്യ എന്ന് പറഞ്ഞത്, that which you said you can't. പരിശുദ്ധൻ നിന്നെ മേലാക്കാൻ The പോകുകയാണ്. Spirit of the Lord is going to appoint you. ചിലരെ കർത്താവ് ശുശ്രൂഷകന്മാരാക്കട്ടെ, Let the Lord change you into a minister. ചിലരെ പ്രവാചകന്മാരാക്കട്ടെ, You will become a prophet in the name of Jesus. പ്രവാചികമാരാക്കട്ടെ, You will become a prophetess in the name of Jesus. അഭിഷക്തരാകട്ടെ. You will become anointed. ഇത് പാസ്റ്ററല്ല ആക്കുന്നത്, It's not a pastor who ഇത് appoints MPC you. അല്ല ആക്കുന്നത്. It's not a church that appoints അവന്റെ you. അകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം. Oh, the presence of God that is in our നീ midst. അടുത്ത് വരാൻ തയ്യാറായോ? If you are ready to draw നീ near, ഇതുവരെ അനുഭവിക്കാത്ത ചിലത് ദൈവം നിന്നെ മേൽ പകരുമ്പോൾ God is going to reveal in you that which you have not yet നീ അടുത്ത് experienced. വരാൻ തയ്യാറായോ? But are you willing to come close? ദർശനം, ദൈവ ശബ്ദം, വേർതിരിവ്. Vision, the voice of God, and a separation. മൂന്ന് കാര്യം: Three things: ദർശനം, the vision, ദൈവ ശബ്ദം, the voice of God, വേർതിരിക്കുന്നു. and the separation. നിങ്ങളുടെ സഭ ഒരുമിച്ച് പറഞ്ഞേ, Could we say that together? ദർശനം, There's a vision, ദൈവ there's a ശബ്ദം, voice of God, വേർതിരിക്കുന്നു. and there's a divine എത്ര appointment. പേർക്ക് ആഗ്രഹമുണ്ട്? How many of you desire this? അടച്ച് പ്രാർത്ഥിച്ചേ. Could we close our eyes in prayer? എല്ലാവരും ഇരിപ്പിരുന്ന് പ്രാർത്ഥിച്ചേ. As you sit in your seats, could you pray? കർത്താവേ, അങ്ങ് എന്നെ ആക്കുവാൻ, എന്നെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നതിന് മുൻപ് ഒരു കൺഫർമേഷൻ എന്ന നിലയിൽ ആ ദർശനം, ആ ദൈവ ശബ്ദം പിന്നീട് വേർതിരിക്കുന്നത്. Father, whatever it is that you wish to fulfill in my life, whatever the plan and purpose of God, as a confirmation, I want you to reveal in my life a vision. I want to hear the voice of God, and I want to be established in the appointment of God. എല്ലാവരും 1-2 മിനിറ്റ് നൽകി തരികയാണ്. I'm giving you 1 or 2 minutes just to make this Hallelujah. your prayer. ദർശനം, The vision, ദൈവ ശബ്ദം, the voice of God, വേർതിരിക്കുക. the divine appointment. കർത്താവേ, അങ്ങ് ദൈവത്താൽ അയക്കപ്പെട്ടവനാക്കി ഒന്ന് മാറ്റണമേ. Father, transform me, make me into one who is sent by God. ദൈവത്താൽ ഒരു അപ്പോയിന്റ്മെന്റ് എനിക്ക് നൽകി തരണം. Give me a divine appointment, Lord. ഏത് ശുശ്രൂഷയാണെങ്കിലും Whatever the ministry, ഒരു ഊഹാഭോഗത്തിലല്ല, not as a fantasy, ഒരു ആഗ്രഹം കൊണ്ടല്ല, not because of a desire, വ്യക്തമായ ആത്മാവിന്റെ അപ്പോയിന്റ്മെന്റ്, but because of a clear and specific spiritual appointment. വ്യക്തമായ ദൈവ ശബ്ദം, A voice of God with full clarity. വ്യക്തമായ ദർശനം. A specific, hallelujah, vision. ഇത് ആഗ്രഹിക്കുക മാത്രം ഒന്ന് കര ഉയർത്തിക്ക്. Only people who desire this, could you raise your hand? പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I'm going to pray for ഈ you. ദിവസങ്ങൾ ദൈവം നൽകി തരും. God is faithful to give you ആ that. ദൈവ ശബ്ദം നീ കേൾക്കും. You will hear the voice of നീ God. സഭയ്ക്കകത്തൊന്ന് സാക്ഷി പറയണം. You will testify. ദർശനം ദൈവം നൽകി തരാൻ You will പോകുകയാണ്. see visions. ദൈവാൽ ഒന്നിനെ വേർതിരിക്കാൻ പോകുകയാണ്. The Spirit of the Lord will appoint പറയൂ, you. നിന്റെ ശുശ്രൂഷ എന്തെന്ന് പരിശുദ്ധാത്മ പറയാൻ പോകുകയാണ്. The Spirit of the Lord will tell you clearly what is your ministry. Yes. കൺഫ്യൂഷൻ ആയ ചിലരോട് പറയുന്നു, നിന്റെ ശുശ്രൂഷ എന്തെന്ന് ദൈവാത്മ പറയാൻ പോകുകയാണ്. You won't be confused. You Yes. won't have any doubts. The Spirit of the Lord will tell you clearly, my child, this is my plan and purpose for your നിന്നെ life. ഒരു മറുപടിയാക്കാൻ പോകുകയാണ്. You will become an answer. ഹല്ലേലൂയ. Hallelujah. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, Our loving Heavenly Father, ഇന്ന് പകൽക്കാലം ദൂതന് മുൻപിൽ സഭ സമർപ്പിക്കുന്നു. as a church, we surrender to this message. ഞങ്ങളുടെ യൗവനക്കാരെ സമർപ്പിക്കുന്നു. We submit our children. ആ ദർശനം
ഈ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. Father, let that vision be revealed in this family. ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ആ വലിയ കാഴ്ച ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. Father, I pray that every person who is here will be able to see that great sight that draws us closer to your presence. ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന ചിലരുടെ മേൽ ഈ ദർശനം വെളിപ്പെട്ട് വരട്ടെ. Father, to those who are watching on the live, I pray that this power of God would be revealed. വ്യക്തമായ ദൈവ ശബ്ദം Oh, a clear voice of ഈ God. ജനത്തിന്റെ കാതുകളിൽ മുഴങ്ങട്ടെ. Let it resound in the ears of these people. ദൈവം ഇവരെ എന്താക്കാൻ പോകുന്നു എന്നുള്ള വ്യക്തമായ അടയാളം ആ ശബ്ദം ഇവർ കേൾക്കട്ടെ. Father, I pray that it would be a clear sign to them exactly what it is that you plan over their lives. Let your voice proclaim it to them, God. അതിനുശേഷം ആ ശുശ്രൂഷയ്ക്ക് ഇവരെ കർത്താവ് അപ്പോയിന്റ് ചെയ്യുന്ന വേർതിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകട്ടെ. And Father, after that we pray that there would be a presence of God, a move of the Spirit that will clearly appoint them and separate them for their divine ഈ calling. മൂന്ന് വിടുതൽ ദൈവസഭയ്ക്ക് അത് സംഭവിക്കട്ടെ. Father, let these three things happen in the church. ഈ വരും ദിവസത്തിന്റെ സാക്ഷ്യം ദൈവസഭയ്ക്കകത്ത് മുഴങ്ങട്ടെ. Father, in these coming days, let there be the testimony of this coming to fulfillment. ആവേശം കൊണ്ടല്ല, Not because of an enthusiasm, അവ്യക്തമായ ദൈവ നിർണയം തിരിച്ചറിഞ്ഞ് but because of a divine appointment and a sovereign plan. പരിശുദ്ധാത്മ വേർതിരിക്കാമെന്നതിനായി സ്തോത്രം. Thank you because the Spirit of God will separate us for that. ഞങ്ങളൊരു മറുപടിയാക്കാമെന്നതിനായി സ്തോത്രം. Thank you because you will make us an answer to questions. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ In the name of Jesus Christ. ആമേൻ. Amen.